മോളെ കീർത്തി മോളെ ഈശ്വര നല്ല പനിയുണ്ടല്ലോ. നിർമ്മലയും ഇവിടെ ഇല്ല. നീ എന്ത് പറഞ്ഞാ ഞാൻ ഇവളെ ഒന്ന് സമാധാനിപ്പിക്കുന്നു? നോക്കിയിട്ട് കാര്യമില്ല, ഡോക്ടറെ വിളിച്ചേ പറ്റും. എന്താ അമ്മേ? അമ്മ എന്താ തെരയുന്നേ? ഞാനേ കൃഷ്ണയുടെ അടുത്തേക്ക് പോവാ. എറണാകുളത്തേക്കോ? അല്ലാണ്ട് പിന്നെ എന്ത് ധൈര്യത്തിലാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്? അവിടെ ചെന്ന് എനിക്ക് എന്റെ മോളെ കണ്ടുപിടിക്കണം. അമ്മ ഭ്രാന്ത് പറയല്ലേ, ഞാൻ പറഞ്ഞില്ലേ അവള് കുറച്ചു കഴിയുമ്പോ വിളിക്കും. ഈ വയ്യാത്ത സമയത്ത് അമ്മ എങ്ങനെ അവിടെ വരെ പോവാനാ? അതൊന്നും സാരമില്ല, എന്നെ ദൈവം അവിടെ എത്തിച്ചോളും. എന്റെ അസുഖമൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് വലുത് എന്റെ മോളാ. അമ്മേ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒന്നെങ്കിൽ കൃഷ്ണ അവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും, അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരികയായിരിക്കും. ഇല്ല മോളെ, എന്റെ മനസ്സ് അതിനൊന്നും സമ്മതിക്കുന്നില്ല. അമ്മേ അമ്മ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവള് പോയത്. ഞാനിവിടെ കൂടെ ഉണ്ടാവുന്നുള്ള ധൈര്യത്തിലും അമ്മ ഞാൻ എങ്ങോട്ടും വിടത്തില്ല. നിനക്ക് അതൊന്നും പറഞ്ഞ് മനസ്സിലാവൂല. അവൾക്കൊരാപത്ത് വരുന്നുണ്ടെങ്കിലേ അതിനു മുന്നേ ഈശ്വരൻ എനിക്ക് സൂചന തരും. അമ്മേ അമ്മ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇങ്ങനെ എന്നെ വിഷമിപ്പിക്കല്ലേ അമ്മേ. ആദ്യം ഈ ചുമയൊന്ന് നിക്കട്ടെ. അമ്മ അങ്ങോട്ട് ഇരുന്നേ, അവിടെ ഇരിക്കേ. ഞാനേ ചൂടുവെള്ളം എടുത്തിട്ട് വരാം. ഡോക്ടറെ, എന്താ കണ്ടീഷൻ? പെട്ടെന്നെന്തോ പേടി തോന്നിയതിന്റെ പനിയും വിറയലുമാണ്. ഇഞ്ചക്ഷൻ എടുത്ത നിലയ്ക്ക് ഇപ്പൊ തന്നെ കണ്ണു തുറക്കേണ്ടതാണ്. ഉദയ, എന്താ ശരിക്കും സംഭവിച്ചത്? എനിക്കൊന്നും അറിഞ്ഞൂടളിയാ. ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞ് പനിച്ചു തുള്ളി വിറച്ച് കിടക്കുക. മോളെ മോളെ ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? അച്ഛൻ ഡോക്ടറെ വിളിച്ചതാ. മോള് വല്ലാണ്ട് പനിച്ചു വിറച്ച് കിടക്കുന്നത് കണ്ടിട്ട്. ഇപ്പൊ വേറെന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ കുട്ടിക്ക്? ഇല്ല. എന്തെങ്കിലും കണ്ട് പേടിച്ചതാണോ? എന്താ അത്? അത് ഞാൻ നവീന് ചായ കൊടുക്കാൻ വേണ്ടി മുറി ചെന്നപ്പോ അവിടെ പാമ്പ്. പാമ്പോ? അതെ. നവീനോട് പറഞ്ഞപ്പോ അവിടെയെങ്ങും കണ്ടില്ലെന്നാ പറഞ്ഞ. പക്ഷെ ഞാൻ ശരിക്കും കണ്ടതാ, ശരിക്കും. ഉദയ, എന്തെങ്കിലും തോന്നലായിരിക്കും. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ഡോക്ടറെ കിട്ടൂല. ഡോക്ടറെ വരൂ. ഓക്കെ. അച്ഛാ, എനിക്ക് പേടിയാവുന്നുണ്ട്. ഈ വീട്ടില് പാമ്പുണ്ട്, നല്ല വിഷമുള്ള പാമ്പ്. മോളെ അത് വെറും തോന്നല. മോളതെല്ലാം മറന്നേക്ക്. നിങ്ങളുടെ തറവാടിന് നാഗാരാധനയ്ക്ക് ഉള്ളതാണല്ലേ? അതെ സാർ. ഇത്തരം അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ചില തോന്നലുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അതിന് നിങ്ങളുടെ രീതിയിലുള്ള ചില പരിഹാരങ്ങളും കാണുമായിരിക്കും അല്ലേ? അല്ലാതെ മരുന്ന് കൊടുത്ത് മാറ്റേണ്ട അസുഖമൊന്നും ആ കുട്ടിക്കില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ഡോക്ടർ. ശാപം വിടാതെ പിന്തുടരുകയാണല്ലോ. ആർക്കും രക്ഷയില്ലാത്ത പോലെ. സുനന്ദേ, ഇത്രയും നേരം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിച്ചു. പക്ഷെ ഇപ്പോ പോയി അന്വേഷിച്ചിട്ടും അവരെ കുറിച്ചൊന്നും അറിഞ്ഞില്ലെന്ന് വെച്ചാല്? പരിചയമുള്ളവരോടൊക്കെ വിളിച്ചു ചോദിച്ചു. ഉച്ചയ്ക്ക് മുന്നേ കണ്ടതല്ലാതെ അവരാരും ഗോപാലേട്ടനെയും കൃഷ്ണയും കണ്ടിട്ടില്ലാന്ന്. ലോട്ടറി വിൽപ്പന കഴിഞ്ഞാല് അവിടുത്തെ തട്ടുകടയിലോ ആ കരിക്കടയിലോ എവിടെയെങ്കിലും കുറച്ചേരി ഇരിക്കും. അല്ലാതെ വേറെ എങ്ങോട്ട് പോകുന്ന പതിവില്ല ഗോപാലേട്ടന്. പോലീസിൽ പറഞ്ഞാലോ സുനന്ദേ? ഞാനും അത് തന്നെ ആലോചിക്കുന്നേ.
എന്റെ പേടി മുഴുവൻ ആ പെൺകുട്ടിയുടെ ശത്രുക്കൾ ആരെങ്കിലും അവളെ കണ്ടെത്തിയോന്നാ. തല്ലാനും കൊല്ലാനും നടക്കുന്നവര് ഒരു കരുണയും കാണിക്കില്ലല്ലോ. ജലജ ഒരു കാര്യം ചെയ്, മോളെ സന്ധ്യയുടെ വീട്ടിൽ നിന്നൊന്ന് കൂട്ടിയിട്ട് നിന്റെ വീട്ടിലൊന്ന് നിർത്തിക്കോ. ഞാൻ പോലീസ് സ്റ്റേഷനിലൊന്ന് പോയിട്ട് വരാം. തനിച്ചു പോകാനോ? അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ കൂടെ വന്നാല് എനിക്ക് പോലീസ് വേഷമിട്ട ആളുകളെ കാണുന്നതേ പേടിയാ. ഞാൻ പൊക്കോളാം. ഞാൻ മധുചേട്ടനൊന്ന് വിളിച്ചു നോക്കാം. കിട്ടുവാണെങ്കിൽ സ്റ്റേഷനിലോട്ട് വരാൻ പറയാം. ശരി. എത്രയായി? 60 രൂപ. ഈശ്വര, ഞാൻ എവിടെ ചെന്ന് എന്റെ മോളെ കണ്ടുപിടിക്കും? ഹലോ. ഹലോ, തങ്കേച്ചിയല്ലേ? ആ അതെ, ആരെ? തങ്കേച്ചി ഇപ്പൊ എവിടെയാ നിക്കുന്നേ? ആ, അത് പിന്നെ ഞാനിവിടെ സിറ്റിയിൽ വന്ന് ഓട്ടോയിൽ ഇറങ്ങി. എങ്ങോട്ട് പോണോന്നറിയാതെ. മോളാരാ? ഞാൻ കൃഷ്ണയുടെ കൂട്ടുകാരി ഉണ്ണിമായെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണയെ അന്വേഷിച്ച്. ആ, മോളിവിടെ സിറ്റി തന്നെ ഉള്ളതാണോ? കൃഷ്ണയെ അറിയോ? ഉണ്ണിമായ ഇപ്പോ എന്റെ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു തങ്കേച്ചി ഉണ്ണിമായ അറിയാതെ സിറ്റിയിലേക്ക് പോന്നിട്ടുണ്ടെന്ന്. എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു മനസമാധാനവും കിട്ടുന്നില്ല. എന്റെ കൃഷ്ണമോൾ എവിടെയാണെന്ന് മോക്കറിയോ? എനിക്കറിയാം തങ്കേച്ചി. തങ്കേച്ചി ഇപ്പൊ എവിടെയാ നിക്കുന്നേന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഒരു പള്ളിയുടെ മുന്നില്. ആ ശരി, തങ്കേച്ചി അവിടെ തന്നെ നിക്ക്, എങ്ങോട്ടും പോവല്ലേ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. എന്നാലും ഇവിടെ കൃഷ്ണമോൾ ഇതാ നന്നായി അറിയുന്ന ആരാ? The number you are trying to reach is not responding. Please try again later. നവീൻ, നീ എവിടെ പോവാ? കുറെ നേരം ഗാഥയെ ഫോണിൽ വിളിക്കുന്നു, കിട്ടുന്നില്ല. സിത്താരമാമൻ്റെ വീട്ടിൽ നിന്ന് സിനിയും വിളിച്ചിരുന്നു, അവരും കുറച്ച് ടെൻഷനില്ല. ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. നീ എവിടെ നിന്ന്? ഇതെന്താ നിന്റെ കഴുത്തില് ചെറിയ ചോരപ്പാട് പോലെ? ഇവിടെയല്ലേ? ആ, കാര്യമായിട്ട് ചോന്നിട്ടുണ്ടല്ലോ. എന്താണെന്നറിയില്ല അച്ഛാ, ശരീരത്തിൽ 1-2 സ്ഥലത്ത് ഞാൻ കണ്ടു. കുറച്ചു നേരമായിട്ട് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. എന്തോ അലർജിയാണെന്ന് തോന്നുന്നു. ഞാൻ നവീന് ചായ കൊടുക്കാൻ വേണ്ടി മുറി ചെന്നപ്പോ അവിടെ പാമ്പ്. പക്ഷെ ഞാൻ ശരിക്കും കണ്ടതാ, ശരിക്കും. അതെ, നീ ഇപ്പൊ പുറത്തു പോണ്ട. എന്തുപറ്റി? നീ പറയുന്ന പോലെ എന്തെങ്കിലും അലർജിയോ റിയാക്ഷനോ മറ്റാണെങ്കിൽ നീ തനിച്ച് വണ്ടി ഓടിച്ചു പോയാല് കൂടുകയോ മറ്റോ ചെയ്താലോ? ഇതൊന്നും സാരമില്ല അച്ഛാ. വേണ്ട, നീ ഇപ്പൊ പോണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇത് വലിയ കഷ്ടമാണല്ലോ. അമ്മയെ മുത്തശ്ശി എങ്ങനെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുമായിരുന്നു. അച്ഛനും കൂടെ ഇങ്ങനെ തുടങ്ങിയാലോ? ചില സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യിക്കും. എന്ത് സാഹചര്യങ്ങൾ? അച്ഛൻ എന്താ ഉദ്ദേശിച്ചത്? തൽക്കാലം നീ ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. എങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട.
തങ്കേച്ചിയല്ലേ? ആ അതെ, ഞാനാ വിളിച്ചത്. മോളെ ഏതാ? കൃഷ്ണയെ മോൾക്ക് എങ്ങനെ അറിയാം? തങ്കേച്ചി വാ, ഞാൻ പറയാം. എനിക്കെന്റെ മോളെ കാണണം, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. എവിടെയാ അവള്? തങ്കേച്ചി, കൃഷ്ണ ഞങ്ങളുടെ വീട്ടിലാ നിന്നിരുന്നേ. നിങ്ങളുടെ വീട്ടിലോ? ഹോട്ടൽ മുറിയിലാണെന്നാണല്ലോ അവൾ എന്നോട് പറഞ്ഞേ. അല്ല, ഒരു പരിചയമില്ലാത്ത നിങ്ങളുടെ വീട്ടില്? പരിചയമുണ്ട്. എന്നല്ല, എന്റെ ഭർത്താവിന്. തങ്കേച്ചിയും അറിയും. ഞാനറിയോ? അതെ. നാട്ടില് ദുബായ് ഗോപാലൻ എന്ന് പറഞ്ഞ ഒരാളില്ലേ? ഉണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ഇവിടെ എങ്ങനെ? അത് ചേട്ടന്റെ പാസ്പോർട്ടിന്റെ ഒരു കാര്യമായിട്ട് ഇവിടെ തങ്ങേണ്ടി വന്നതാ. അതൊക്കെ പിന്നെ ഞാൻ തങ്കേച്ചിയോട് പറയാം. അല്ല, കൃഷ്ണ നിങ്ങളുടെ വീട്ടിലായിരുന്നെങ്കിൽ പിന്നെന്തിനാ ഉണ്ണിമായെ വിളിച്ച് കൃഷ്ണയെ ചോദിച്ചേ? എന്താ എന്റെ മോക്ക് പറ്റിയേ? കൃഷ്ണ ആ ചിട്ടിക്കാരി സുന്ദരിയെ തിരികെ നടക്കായിരുന്നു. ഇന്ന് രാവിലെയും കൂടി ഗോപാലേട്ടന്റെ കൂടെ അവള് പുറത്തു പോയതാ. പക്ഷേ ഈ നേരമായിട്ടും രണ്ടുപേരും തിരിച്ചു വന്നിട്ടില്ല. രണ്ടുപേരെയും വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. കൃഷ്ണ അങ്ങോട്ട് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചേ. എന്തൊക്കെയാ നിങ്ങളീ പറയുന്നേ? അതെ, എന്റെ കൃഷ്ണമോക്ക് എന്തെങ്കിലും പറ്റിയാല്? തങ്കേച്ചി പേടിക്കാതിരിക്കേ. എന്തായാലും വന്നല്ലോ, കൃഷ്ണയെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. എനിക്ക് കൈയും കാലും വിറച്ചിട്ട് വയ്യ. ഇന്നലെ മനസ്സിലൊരു ഇടിമിന്നൽ പോലായിരുന്നു. അവക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നൊരു... തങ്കേച്ചി വായോ, നമുക്ക് അവളെ കണ്ടുപിടിക്കാം. ഭഗവാൻ അവളുടെ കൂടെ ഉണ്ടാവും. ഈശ്വര. അമ്മേ, ക്ഷേത്രത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അമ്മ ഇന്നെ മടങ്ങിയെത്തുവതോ? ഉടനെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ കാര്യം? ഇന്നിവിടെ ഒരു സംഭവം നടന്നു. സർപ്പദോഷം കളരിക്കലേക്ക് കയറി വരുന്ന പെൺകുട്ടികളെ മാത്രമേ ബാധിക്കൂ എന്നല്ലേ നമ്മൾ ഇതുവരെ കരുതിയത്. പക്ഷേ നവീനിലെ ശാപത്തിന്റെ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. നവീന്റെ ദേഹത്തൊരു പാമ്പ് എഴയുന്നു എന്നും പറഞ്ഞ് കീർത്തി ബഹളമുണ്ടാക്കി. നവീന്റെ ദേഹത്ത് ചില പാടുകൾ കണ്ടു തുടങ്ങി. നമുക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന ഒരുപാട് രഹസ്യങ്ങൾ ഈ തറവാട്ടിലുണ്ട്. ജീവൻ തന്നെ പോയാലും അത് മറ്റാരും അറിയരുതെന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എത്ര കാലത്ത് മറച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. അമ്മയുടെ മുറിയിൽ അലമാരിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ മഹാരഹസ്യം എത്ര കാലം അങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. വല്ലാത്തൊരു ഭയം തോന്നുന്നു അമ്മേ. എന്തായാലും ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ അമ്മ പെട്ടെന്ന് വരണം. കാര്യമായെന്ന് ആലോചിക്കാനുണ്ട്. ശരി മോനെ. ഞാൻ ഫോൺ വയ്ക്കുക. എന്താണ് രഹസ്യം? അമ്മാവനും മുത്തശ്ശിക്കും മാത്രം അറിയാവുന്ന എന്തോ ഒരു മഹാരഹസ്യം മുത്തശ്ശിയുടെ മുറിയിലെ അലമാരയിലുണ്ട്. നേരെ പോയി അമ്മയോട് പറഞ്ഞാലോ? വേണ്ട, അമ്മയുടെ എടുത്തുചാട്ടം എല്ലാം നശിപ്പിക്കും. അതെന്താണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കും. ചിലപ്പോ നവീന്റെ വിവാഹം മുടക്കാൻ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലോ? എത്രയും പെട്ടെന്ന് സുന്ദരിയെ കണ്ടെത്തി പണവുമായി തിരിച്ചു വരാന്ന് പറഞ്ഞ കൃഷ്ണ പോയത്. അവൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്നറിഞ്ഞ തങ്കേച്ചി വിഷമിച്ചാലോ എന്ന് കരുതി അവൾ പേടിച്ചു. വേറൊരു മകളും അമ്മ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടാവില്ല തങ്കേച്ചി. അവളുടെ ശ്വാസാ തങ്കേച്ചി. എനിക്കറിയാം, കഷ്ടപ്പാടല്ലാതെ വേറൊന്നും അതിന് കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പൊ ആരുമില്ലാത്തൊരു സ്ഥലത്ത് എങ്ങോട്ടും പോയിന്ന് പോലും അറിയാതെ. തങ്കേച്ചി സമാധാനിക്കേ. ദേ, ആ നിൽക്കുന്ന ആൾക്കാരോട് നമുക്ക് ചോദിക്കാം. വാ, വന്നേ, വാ.
തങ്കേച്ചി? ചാവുന്നതിന് മുമ്പേ മനസ്സെരിപ്പിച്ച് തന്നെ കൊല്ലണമെന്ന് തീരുമാനിച്ചിരിക്ക. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവോ? തങ്കേച്ചി, ഇനി നമ്മളിങ്ങനെ നടന്ന് അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാം. പക്ഷേ അവര് ഫോട്ടോയൊക്കെ ചോദിക്കില്ലേ? ആ, വീടിനടുത്ത ജലജയുടെ കയ്യില് ഞാനും ഗോപാലേട്ടനും മോളും കൃഷ്ണയും കൂടി എടുത്ത ഫോട്ടോ ഉണ്ട്. അത് പോലീസുകാരുടെ കൈ കൊടുക്കാം. ആ സുന്ദരിയുടെ ഫോട്ടോ ഉണ്ണിമായുടെ അടുത്തും കാണും. ആ, അപ്പൊ കുഴപ്പമില്ല. തങ്കേച്ചി വാ, നമുക്ക് പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോവാം. ആ. നമുക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന ഒരുപാട് രഹസ്യങ്ങൾ ഈ തറവാട്ടിലുണ്ട്. ജീവൻ തന്നെ പോയാലും അത് മറ്റാരും അറിയരുതെന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അമ്മയുടെ മുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ മഹാരഹസ്യം എത്ര കാലം അങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. അമ്മാവൻ പറഞ്ഞ രഹസ്യം ഇതിനകത്താണെന്ന് തോന്നുന്നു. ചിലപ്പോ കുടുംബത്തിലെ പാരമ്പര്യ സ്വത്തുക്കളായ സ്വർണ്ണാഭരണങ്ങളുടെ ശേഖരമായിരിക്കും ഇതിനകത്ത്. അല്ലാതെന്താ? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇതായിരിക്കോ ഇനി അമ്മാവൻ പറഞ്ഞ രഹസ്യം? ഇത് കുറച്ച് പഴയ ഫോട്ടോസ് ആണല്ലോ. ആരിവരൊക്കെ? ഇതെന്തു പറ്റി? അമ്മയുടെ മുറിയുടെ വാതിൽ എന്താ തുറന്നിട്ടിരിക്കുന്നത്?